ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 25ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മേജർ സ്കെയിലിൽ വരുന്ന ഒരു കോഡ് പ്രോഗ്രഷനാണ്. അതൊരു 4 കോഡ് ഉപയോഗിച്ചുള്ള ഒരു കോഡ് പ്രോഗ്രഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ മേജർ സ്കെയിലിലും ഇതേ ഫോർമാറ്റിൽ നമുക്ക് കോഡ് പ്രോഗ്രഷൻ പഠിക്കാൻ സാധിക്കും. അതായത് ഒരു പാട്ടിലൊക്കെ ഈ 4 കോഡുകൾ ലൂപ്പ് ചെയ്ത് നമുക്ക് ധാരാളം പാട്ടുകളുണ്ട്. അത് നമ്മൾ പഠിച്ച ശേഷമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ലൂപ്പിംഗ് നടക്കുന്ന കോഡുകൾ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഈ കിടക്കുന്നതായിട്ട് നമുക്ക് ആ പാട്ടുകളിലൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു മെയിൻ കോഡ് പ്രോഗ്രഷൻ തന്നെയാണ്. മേജർ സ്കെയിലുകളിൽ വരുന്ന മെയിൻ കോഡ് പ്രോഗ്രഷനാണ്. അപ്പം ഇതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് 1 6 4 5. അതായത് മേജർ സ്കെയിലിൽ വരുന്ന ആ ഒരു കോഡ് പ്രോഗ്രഷൻ്റെ ഫോർമുലയാണ് 1 6 4 5. അതായത് 1 6 4 5. അപ്പം സി മേജർ സ്കെയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സി മുതൽ സി വരെ വൈറ്റ് നമുക്കറിയാം. അപ്പോൾ അതിലെ 1ാമത്തെ കോഡും 6ാമത്തെ നോട്ടിൻ്റെ കോഡും 4ാമത്തെ നോട്ടിൻ്റെ കോഡും 5ാമത്തെ കോഡും അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നോക്കാം. 1ാമത്തെ കോഡെന്ന് പറയുന്നത് സി മേജർ, അതായത് റൈറ്റ് ഹാൻഡാണ് ഇപ്പോൾ പറയുന്നത്. റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോൾ 1ാമത്തെ കോഡെന്ന് പറയുന്നത് സി മേജർ. അടുത്തത് 6ാമത്തെ എന്ന് പറയുമ്പോൾ എ ആണ്. അപ്പം എ മൈനർ. ഇൻവേർഷൻ രീതി വായിക്കാം, എ മൈനർ. അടുത്തത് 4ാമത്തെ നോട്ട് എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പം എഫ് മേജർ. അടുത്ത 5ാമത്തെ നോട്ട് എന്ന് പറയുന്നത് ജി ആണ്. അപ്പം ജി മേജർ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 1ാമത്തെ കോഡ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി മേജർ. 6ാമത്തെ നോട്ട് സി മേജർ കോഡ് റൂട്ടിലെയാണ്. അപ്പോൾ 1ാമത്തെ നോട്ട് സി ആണ്. അപ്പോൾ സി മേജർ. 6ാമത്തെ ഇത് എ ആണ്. അപ്പോൾ അത് എ മൈനർ. അടുത്ത 4ാമത്തെ എഫ് ആണ്. അത് എഫ് മേജർ. 5ാമത്തെ ജി ആണ്. അത് ജി മേജർ. ഇനി നമുക്ക് ധാരാളം പരിമിതികളുണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൂടെ പറഞ്ഞു തരാം. അവിടെ എന്താണ് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കും. കോഡായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കാത്തവർക്കാണ് എളുപ്പത്തിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വായിക്കാനായിട്ട്. നമ്മൾ ഇവിടെ സി മേജർ പിടിക്കുമ്പോൾ, അതായത് സി മേജറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുമ്പോൾ നമുക്ക് സി മേജറിൻ്റെ കോഡ് ഇവിടെ റൈറ്റ് ഹാൻഡ് സി മേജറെ പിടിക്കുമ്പോൾ നമ്മൾ ഈ കർണാട്ടിക് നോട്ട്സിൽ പറയുന്നത് അതിൻ്റെ സായും പായും മാത്രം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുന്നു. അപ്പം സി മേജറിലെ സാ എന്ന് പറയുന്നത് സിയും പാ എന്ന് പറയുന്നത് ജിയും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ജിയും സിയും ജിയും. സി മേജർ പിടിക്കുമ്പോൾ ഇതൊരു പിയാനോ ടച്ചാണ്. പിയാനോ ടച്ചിൽ വായിക്കുമ്പോഴാണ്. അപ്പം അത് സിയും ജിയും. സി മേജർ വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സിയും ജിയും. ഓക്കെ. അടുത്ത 6ാമത്തെ നോട്ട് എന്ന് പറയുന്നത് എ മൈനർ ആണ്. അപ്പം എ മൈനർ പിടിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുന്നത് ഇയും എയും ആണ്. എ മൈനർ പിടിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുന്നത്. അടുത്തത് എഫ് മേജർ. ഓക്കെ, എഫ് മേജർ. സി എഫ് എ. എഫ് മേജർ പിടിക്കുമ്പോൾ നമ്മൾ പിടിക്കാൻ പോകുന്നത് സിയും എഫും സിയും. എഫും സിയും ആണ് എഫ് മേജർ ലെഫ്റ്റ് ഹാൻഡ് വായിക്കുമ്പോൾ. എഫും സിയും കൊടുത്താൽ എഫ് മേജർ ലെഫ്റ്റ് ഹാൻഡ്. എഫ് മേജർ ഇവിടെ റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡായിട്ട് സിയും എഫും ഞെക്കുക. ഓക്കെ. അടുത്തത് ജി മേജർ ആവുമ്പോൾ നമുക്ക് ജി മേജർ കോഡ് വായിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വായിക്കേണ്ടത് ഡിയും ജിയും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഞാൻ റൈറ്റ് ഹാൻഡാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നമുക്കിത് ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് സി മേജർ പിടിക്കുമ്പോൾ സിയും ജിയും. സി മേജർ. എ മൈനർ പിടിക്കുമ്പോൾ ഇയും എയും ഇയും, അല്ലെങ്കിൽ ഇയും എയും. അടുത്തത് എഫ് മേജർ പിടിക്കുമ്പോൾ സിയും എഫും. അടുത്ത ജി മേജർ പിടിക്കുമ്പോൾ ഡിയും ജിയും.
അപ്പോൾ ഇത് നിങ്ങൾ സാവധാനം 2 ഹാൻഡ് കൊണ്ടും വായിച്ച് പഠിച്ച് നോക്കുക. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം എനിക്ക് ആ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അതായത് കണ്ണിന് കാഴ്ച വളരെ കുറവാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട് തരുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും കീബോർഡിൽ നല്ലതായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ സി മേജർ, ഓക്കെ, സി മേജർ പിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സിയും ജിയും ഉണ്ടോ, സിയും ജിയും ലെഫ്റ്റ് ഹാൻഡിൽ സിയും ജിയും. അപ്പോൾ ഇവിടെ സി മേജർ പിടിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ സിയും ജിയും. ഓക്കെ, അടുത്ത് നമ്മൾ എ മൈനർ പിടിക്കുമ്പോൾ എയും ഇയും. എയും ഇയും. ഓക്കെ, നമ്മൾ അടുത്തത് എഫ് മേജറിലേക്ക് കടക്കുമ്പോൾ എഫും സിയും. എഫും സിയും. ഓക്കെ, അടുത്ത നമ്മൾ ജി മേജറിലേക്ക് കടക്കുമ്പോൾ ഡിയും ജിയും. അടുത്ത നമ്മൾ വീണ്ടും സി മേജറിലേക്ക് വരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കോഡ് പ്രോഗ്രഷൻ എല്ലാ സ്കെയിലുകളിലും വായിച്ച് പഠിക്കാം. പക്ഷേ ഇത് നമുക്ക് സാവധാനമേ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം പയ്യെ വായിച്ച് പഠിക്കുക. ഒന്നും കൂടെ നമുക്ക് വായിച്ച് നോക്കാം. സി മേജർ മുതൽ, അപ്പോൾ സി മേജർ മുതൽ വായിക്കുക. സി മേജർ, എ മൈനർ, എഫ് മേജർ, ഡി മേജർ, G major and C major. നിങ്ങൾ ഇങ്ങനെ മാക്സിമം എല്ലാ മേജർ കോഡുകളിലെയും 4 1 6 4 5 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെ വായിച്ച് പഠിക്കുക. നിങ്ങൾക്ക് വളരെയധികം പാട്ടുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ലൂപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മേജർ സ്കെയിലൊക്കെ ഒരു പാട്ടൊക്കെ നിങ്ങൾ കമ്പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് പാട്ട് സ്വന്തമായിട്ട് വായിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ട് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇംപ്രസീവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ തരം വീഡിയോസും നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്തുമായിക്കോട്ടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ അത് വളരെ സപ്പോർട്ടീവാണ്, നിങ്ങളുടെ ലൈക്കുകൾ. അപ്പോൾ നിങ്ങൾ ലൈക്കുകൾ നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, പിന്നെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് അവർക്കും അതൊരു ഇൻസ്പിറേഷനായിട്ട് അവർക്ക് ഒരു കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വളരെ ഉപകാരം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ വേണ്ടി നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ, അതായത് ബെല്ലൈക്കൺ അമർത്തുമ്പോൾ നമുക്ക് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആ സമയത്ത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ലഭിച്ചാൽ നമ്മൾ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.